ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേ ലോജിക്കിനെ കുറിച്ചാണ്. ബേസിക് ആയിട്ട് വരുന്ന ആൻഡ് ഓർ നോട്ട് ഗേറ്റിൻ്റെ വയറിങ്ങുകളെ കുറിച്ച് നമുക്ക് ഡെമോൺസ്ട്രേഷനിൽ നോക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അഥവാ ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സജഷനായിട്ട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഞങ്ങളത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ബേസിക് ഗേറ്റ്സ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അതായത് ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഓൾറെഡി ഇതിൻ്റെ ട്രൂത്ത് ടേബിളെല്ലാം അവർക്ക് അറിയുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോനോടൊപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് 0 വരുന്ന സമയത്ത് 0 ആണ്, 1 വരുന്ന സമയത്ത് 0 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതുപോലെ 1 വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 1 വരുന്നത്. ഓർ ഗേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0 0 ആണ്, 1 വരുമ്പോൾ 1 ആയിരിക്കും, 1 വരുന്ന സമയത്ത് 1 ആയിരിക്കും. അതുപോലെ 1 വരുന്ന സമയത്തും 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു സിഗ്നൽ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആയിരിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. രണ്ടും ഓൺ ആണെങ്കിലും ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 വരുന്ന സമയത്ത് 1 ആയിരിക്കും, 1 വരുന്ന സമയത്ത് 0 ആയിരിക്കും. ഇതെല്ലാം വളരെ ബേസിക്കായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൺവേർഷനാണ് ഈ പറയുന്ന, അതായത് തിയറി പഠിച്ചിട്ടുള്ള സംഗതി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കലിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഡെമോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് റിലേ എന്ന് പറയുന്നത്. നമ്മൾ റിലേ ലോജിക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഓർ നോട്ട് ഗേറ്റ് നമ്മൾ റിലേ ഉപയോഗിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഒരു റിലേ എന്ന് പറയുന്നത്. ഇത് സൾസറിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് 8 പിൻ റിലേ ആണ് ഇത്. ഇതിനകത്ത് 2ഉം 10ഉം ആണ് ഇതിൻ്റെ കോയിൽ സപ്ലൈ. 230 വോൾട്ടേജ് കോയിൽ സപ്ലൈ ഇതിനകത്ത് കൊടുക്കണം. പിന്നെ അതിനകത്ത് 1 3 4 അതുപോലെ 5 6 7 ഇതൊരു സെറ്റാണ്. അതുപോലെ 11 9 8 അതായത് ഈ സെറ്റ് എന്ന് പറയുമ്പോൾ 1 കോമൺ 3 NO 4 NC അങ്ങനെയാണ്. ഒരു കോമൺ, ഒരു NO, ഒരു NC, അങ്ങനെ 3 സെറ്റ് കോമണും അതുപോലെ NO NCയും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത വയറിങ് എല്ലാം ചെയ്യാൻ. ഇതതിൻ്റെ ബേസാണ്. ഇത് കണക്ട് ചെയ്യേണ്ടത് ആക്ച്വലി ജസ്റ്റ് ഇതിനകത്ത് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. ഇതിനകത്തൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ആരോ മാർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പ്ലഗ് ചെയ്താൽ മതി. ഇവിടെ അതുപോലെ ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഇത് പ്ലഗ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും അതുപോലെ അതിൻ്റെ ഡയഗ്രാമും. അതുപോലെ ഓർ ഗേറ്റും നോട്ട് ഗേറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആൻഡ് ഗേറ്റ് നോക്കാം. ആൻഡ് ഗേറ്റിനകത്ത് എന്താ നടക്കുന്നത്? ആക്ച്വലി എയും ബിയും ഔട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഔട്ടിന് നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എനിവേ, അപ്പോൾ എയും ബിയും 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുപോലെ എയിൽ 0യും ബിയിൽ 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എയിൽ 1ഉം ബിയിൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. രണ്ടിലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതിനർത്ഥം 2 സിഗ്നലും ഓൺ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും എന്നാണ് ഈ ആൻഡ് ഗേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഓർ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ ഓൺ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് 0 0 ആയിരിക്കും, 0 1 1 ആണ്, 1 0 1 ആണ്, 1 1 1 ആണ്. അതായത് ഇത് സൂചിപ്പിക്കുന്നത് എന്താ? 1 1 1 ആണ് മീൻസ് രണ്ടും ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. ഈ 0 1 മീൻസ് ഏതെങ്കിലും ഒരു സിഗ്നൽ, ഇപ്പോൾ ബി എന്ന് പറയുന്ന സിഗ്നൽ ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. എ എന്ന് പറയുന്ന സിഗ്നൽ ഓൺ ആവുകയും ബി ഓഫ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ, അതാണ് ഓർ എന്ന് ഉപയോഗിക്കുന്നത്. എ ഓർ ബി ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ആൻഡ് മീൻസ് എയും ബിയും ഓൺ ആണെങ്കിൽ മാത്രം, എ ആൻഡ് ബി രണ്ടും ഓൺ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഓൺ ആവാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഡയഗ്രാം എങ്ങനെയാണ് വയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. നോട്ട് ഗേറ്റ് മീൻസ് നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് 1 ആവുകയും 1 കൊടുക്കുന്ന സമയത്ത് 0 ആയിരിക്കും. ഇതാണ് അതിൻ്റെ. അതായത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത്, ഒരു സിഗ്നൽ ഓൺ ആക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കും. ആ സിഗ്നൽ ഓഫ് ആക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. അങ്ങനെ അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും, ഇൻവേഴ്സ്ലി ആയിരിക്കും. അതാണ് നോട്ട് ഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് നേരെ ആൻഡ് ഗേറ്റിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. ആക്ച്വലി നമുക്ക് ഇതിനകത്തൊരു MCB വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. 230 ആണ് ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ. പിന്നെ 2 റിലേ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇൻപുട്ട് കൊടുക്കുന്നത് നമുക്ക് അതിനകത്ത് കണക്ഷൻ, അതായത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് 2 റിലേ വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ഫാൻ നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ട്, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് 2 ഫാൻ നമ്മൾ തനിയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫാൻ നോക്കിയാൽ അറിയാം അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ട്, ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മൾ ഔട്ട്പുട്ട്. അതിന് നമ്മൾ X എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ 0 0, അതായത് ഇതും 0 ഇത് 2 ഇൻപുട്ട് നമ്മൾ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, അതായത് ലൈറ്റ് ഓഫ് ആയിരിക്കും. ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ 2 ഫാനാണ്. ഈ 2 ഫാൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 0 0-നകത്ത് ഇത് രണ്ടും 0 ആയിരിക്കും. 0 1-നകത്ത് ആൻഡ് ആണെങ്കിൽ, ആൻഡിൻ്റെ പ്രത്യേകത എന്താ, 2 ഇൻപുട്ടും ഓൺ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഓൺ ആവാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിനകത്തും ലൈറ്റ് ഓഫ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സപ്ലൈ കൊടുത്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ സപ്ലൈ ഓണാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ഓണാക്കി നോക്കാം. 0 0, അതായത് ഇൻപുട്ട് A ഇതിനകത്ത് ഓണാണ്. രണ്ടാമത്തെ ഇൻപുട്ടും അല്ല, 0 0-നകത്ത് എല്ലാം ഓണാണ്. ഇനി നമുക്ക് 1 0, ആദ്യത്തെ 1ഉം മറ്റേത് 0 ആണ്. ഇപ്പോൾ എന്താ സംഭവിച്ച, ഔട്ട്പുട്ട് 0 ആണ്, അതായത് ഔട്ട്പുട്ട് ഓഫാണ്. ഓക്കെ, ഇനി നമുക്ക് റീസെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ A ആണ് ആദ്യം ഓണാക്കിയത്. ഇനി നമുക്ക് B ഓണാക്കാം. B ഓണാക്കി, A ഓഫാണ്. ഈ സമയത്ത് ഔട്ട്പുട്ട് ഓഫിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനർത്ഥം ഏതെങ്കിലും ഒരെണ്ണം ഓണാക്കിയാൽ ഔട്ട്പുട്ട് ഓൺ ആവുന്നില്ല. ഇനി നമുക്ക് 2 ഓണാക്കി നോക്കാം. 2 ഓണാക്കി നോക്കാം. അതായത് A ഓണാക്കി, സെക്കൻഡ് വൺ B ഓണാക്കി. 2 ഓണാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണുന്നുണ്ട്. അതിനർത്ഥം എന്താ, A ആൻഡ് B 2 ഓണാണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വരാൻ പാടുള്ളൂ, ലൈറ്റ് ഓൺ ആവാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങളിൽ ഇൻ്റർലോക്ക് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അവർ സ്റ്റാൻഡും അതിൻ്റെ ബ്രേക്കും നമ്മൾ പിടിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ ചില ബൈക്സിനൊക്കെ അവരിപ്പോൾ ക്ലച്ചും സ്റ്റാൻഡും എടുത്താൽ മാത്രമേ നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പല ഇൻ്റർലോക്സും, അതായത് ആൻഡാണ്, ക്ലച്ച് ആൻഡ് സ്റ്റാൻഡ്, ഇപ്പോൾ 2 എന്നുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ, അത് ഇത്തരത്തിലുള്ള ഇൻ്റർലോക്കാണ്. ഇതാണ് ആൻഡ് കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ്, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓർ ഗേറ്റിലേക്ക് പോവാം. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതായത് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ, A or B ഏതെങ്കിലും ഒരെണ്ണം ഓണായാൽ ഔട്ട്പുട്ട് ഓണാവും. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രൂത്ത് ടേബിൾ കാണിക്കുന്നുണ്ട്. 0 0-നകത്ത് 0 ആണ്. 0 1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഓണാണ്, അപ്പോൾ ഔട്ട്പുട്ട് ഓണാണ്. 1 0-നകത്ത് ഔട്ട്പുട്ട് ഓണാണ്. 1 1-നകത്ത് ഔട്ട്പുട്ട് 1 ആണ്, അതായത് സിഗ്നൽ ഓണാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഓണാവുകയോ അല്ലെങ്കിൽ 2ഉം ഒരുമിച്ച് ഓണാവുകയോ ചെയ്താൽ ഔട്ട്പുട്ട് ഓണാവും. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ആ ലോജിക്ക് നമുക്കിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ A or B, ആദ്യം ഞാൻ A എല്ലാം ഓൺ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓഫാണ് കേട്ടോ. ഇനി ഓണിൻ്റെ കേസ്, അതായത് A ഓണാക്കുന്നു. ആദ്യം നമ്മൾ A ഓണാക്കാൻ പോകുന്നു. A ഓണാണ്, അപ്പോൾ ഔട്ട്പുട്ട് ഓണായി. ഓക്കെ, ഇനി നമുക്ക് B മാത്രം ഓണാക്കാം. B മാത്രം ഓണാണ്, അപ്പോൾ ഔട്ട്പുട്ട് ഓണാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് 2ഉം ഒരുമിച്ച് ഓണാക്കി നോക്കാം. Aയും Bയും 2 ഒരുമിച്ച് ഓണാക്കി. അപ്പോൾ 2ഉം വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഔട്ട്പുട്ട് ഓണാണ്. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കിയാൽ കാണുന്നത് ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ്. പല ഷോപ്പിംഗ് മാളിലും അതുപോലെ പല സ്ഥാപനങ്ങളിലെല്ലാം ഓട്ടോമാറ്റിക് ഗേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരാൾ അകത്തേക്ക് കടക്കുമ്പോഴും ഗേറ്റ് ആ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും, അപ്പോൾ ആ ഗേറ്റ് ഓപ്പൺ ആവും. അതേപോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അടുത്തെത്തുമ്പോഴും ഗേറ്റ് ഓൺ ആവും. അതായത് അകത്തുനിന്ന് വരികയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോവുകയോ 2 ആൾക്കാരും ഒരുമിച്ച് വന്നാലും ആ ഗേറ്റ് ഓൺ ആവും. അതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തും പുറത്തും 2 സെൻസർ ഉണ്ടാവും. ആ 2 സെൻസർ ഏതെങ്കിലും ഒരെണ്ണം ആക്റ്റീവ് ആയാൽ ഔട്ട്പുട്ട് ഓൺ ആവും. ഇതാണ് അതിൻ്റെ ഈ ഓർ ഗേറ്റിൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് ഗേറ്റിലേക്ക് കിടക്കാം. നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 0 ഇൻപുട്ട്
കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആവുകയും അതുപോലെ ഇൻപുട്ട് 1 അതായത് സിഗ്നൽ ഓൺ ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് 0ലേക്കും പോകും. അതായത് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് റിവേഴ്സ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇതാണ് ഇൻവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഔട്ട്പുട്ട് ഓൺ ആണ്. ഇതാണ് 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ്. ഇതാണ് ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇൻപുട്ട് ഓൺ ആക്കി നോക്കാം. അതായത് ഇൻപുട്ടിനകത്ത് സിഗ്നൽ കൊടുത്ത് നോക്കാം. നമ്മൾ ഓൺ ആക്കി ഔട്ട്പുട്ട് 0ലേക്ക് പോയി, കണ്ടോ? ഇനി അത് തിരിച്ചു വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓൺ ആവുന്ന സമയത്ത് ഇൻപുട്ട് 0 ആണ്. ഇത് എന്താണോ കൊടുക്കുന്നത് അതിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ. നമ്മൾ അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലൈറ്റ് ഓൺ ആവും, ഡോർ അടയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അത് ഇതിൻ്റെ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതല്ലാതെ ഇൻഡസ്ട്രിയൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിനകത്ത് നമ്മൾ കൺട്രോൾ പാനൽസിനകത്തും ഇതുപോലെ ഇൻ്റർലോക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഡോർ ഓപ്പൺ ആവുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവും, ഡോർ അടയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവും. നമ്മൾ എമർജൻസി കേസിൽ വല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി നമുക്ക് ലൈറ്റ്സിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഇൻ്റർലോക്ക് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. അതായത് റിലേ എന്ന് പറയുന്നത് നമ്മൾ പാനൽ വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ തിയറി പഠിച്ച് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വൈവേ പാസ്സാവാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ആൻഡ് ഓർ ഗേറ്റുകളെ കുറിച്ച് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഇൻഡസ്ട്രി ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വീഡിയോ കൊണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ആ രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറയുന്ന ഗേറ്റ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൻ്റെ അതർ ഗേറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളത് പഠിച്ചതാണ്. അതായത് ഈ ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഗേറ്റ്സ് വേണമെങ്കിലും നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം. ടു ബി ഫ്രാങ്ക്, നമുക്ക് ഏത് തരത്തിലുള്ള ലോജിക് വയറിങ്ങും നമുക്ക് ഈ പറയുന്ന റിലേസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസിയായി ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.